റാഫി ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു മറ്റു മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന പരിസരത്താണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മഖാമുകളിൽ വലിയ ബഹുമാനം അല്ലാഹു തആല നൽകിയ മഖാമാണ് സ്വഹാബിമാർ വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ. ജന്നത്തുൽ ബഖീഇന് വലിയ ബഹുമാനം ലഭിക്കാനുള്ള കാരണം ആ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് കൂടുതലും സ്വഹാബിമാരാണ്, സ്വഹാബി വനിതകളാണ്. അതുകൊണ്ട് തന്നെ മറ്റെവിടെയും മറവ് ചെയ്യുന്നതിന് പകരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് എനിക്ക് അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ ജന്നത്തുൽ ബഖീയിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവസാനത്തെ വസിയ്യത്തിൽ മക്കളെയും സ്വഹാബിമാരെയും ഓർമ്മപ്പെടുത്തി. അതേ രൂപത്തിൽ തന്നെ ഔലിയാക്കളിൽ വലിയ മഹാനുഭാവനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹ് നിസ്കാരത്തിൽ കുത്തേറ്റ് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഉപ്പയുടെ അവസാനത്തൊരാഗ്രഹമാണ്, എനിക്കേറ്റവും ഈ ഭൂമിയിൽ ഇഷ്ടമുള്ള സഹവാസമുള്ള അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വിശ്രമിക്കുന്നതിന്റെ തൊട്ട് അടുത്ത് ഒരു സ്ഥാനം ലഭിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് അതിന് അനുവാദം വാങ്ങി വന്നപ്പോഴും മഹാനവർകൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അനുവാദം കിട്ടിയല്ലോ, സന്തോഷം. അതിനേക്കാൾ മുഖ്യമായ ഒരു സംഗതി എനിക്ക് വേറെയില്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഹയാത്തിൽ അവരോടൊപ്പം ഒരുമിച്ചതുപോലെ മൗത്തിന് ശേഷവും അവരോടൊപ്പം മുട്ടിച്ചേർന്ന് കിടക്കണം. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടതിന് ശേഷം ജനാസ നിസ്കാരം കഴിഞ്ഞ് ഒന്നുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിക്കണം. സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ റുദ്ദൂനി ഇലൽ ബഖീഅ, ജന്നത്തുൽ ബഖീയിലേക്ക് എന്നെ മടക്കണം. അപ്പൊ ഈ മഹാന്മാരൊക്കെ ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാനുള്ള കാരണം മദീനയിൽ തന്നെ സ്വഹാബിമാര് കിടക്കുന്നിടത്ത് കിടക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണ് സ്വഹാബിമാർ. അവരെ കഴിച്ച് ബാക്കിയുള്ളവർക്ക് അല്ലാഹു തആല സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുള്ളൂ. ഏറ്റവും വലിയ ബഹുമാനം അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഔലിയാക്കൾക്കാണല്ലോ. ആ ഔലിയാക്കളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന മഹാന്മാര് സ്വഹാബിമാരാണ്. അതുകൊണ്ട് നമ്മുടെ ഈ നാടിലെ ഉറൂസ് വളരെ ബഹുമാനമുള്ളൊരു ഉറൂസാണ്. മറ്റു പരിസര പ്രദേശങ്ങളിൽ ശുഹദാക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, പേരറിയപ്പെടാത്ത ഒരുപാട് വലിയ വലിയ മഹാന്മാരുണ്ട്. അവരെക്കാൾ അധികം വലിയ ബഹുമാനം നമ്മുടെ ഈ നാടിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു ഈ മഹാന്മാരുടെ നോട്ടവും സഹായവും കാവലും എല്ലാ കാലത്തും നമുക്ക് അല്ലാഹു നിലനിർത്തി തെരുമാറാകട്ടെ. അവരെ സ്നേഹിച്ച് ബഹുമാനിക്കുന്നത് കൊണ്ട് അവരോടുള്ള മഹബത്തിലായി ജീവിക്കാനും പാരത്രിക ലോകത്ത് അവരോടുള്ള സഹവാസം നിലനിർത്തി അവരെ ബഹുമാനിച്ച് സ്നേഹിച്ചതിന്റെ പേരിൽ അവരെല്ലാം ചേർന്ന് നിൽക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ ഈ മഹാന്മാരെ അല്ലാഹു നമുക്ക് വസീലയാക്കി തെരുമാറാകട്ടെ. അവിടെ എത്തുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ അവരെ ബഹുമാനിച്ച് സ്നേഹിച്ച് ഉറൂസിൽ സംബന്ധിച്ച് അവരോടുള്ള ബഹുമാനം കൊണ്ട് നൽകപ്പെടേണ്ട എല്ലാ ബഹുമാനങ്ങളും നൽകി ഇൽമിന്റെ സദസ്സ് സംഘടിപ്പിച്ച് അതിന് സന്നിഹിതരായി നേർച്ചകൾ നൽകി ഉറൂസുകൾക്ക് സഹായങ്ങൾ നൽകി നേതൃത്വം നൽകിയതെല്ലാം ദുനിയാവിനേക്കാളും ഉപരി
ആഖിറത്തിൽ കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്ക് ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരോട് സഹവസിച്ച് ജീവിക്കാനാണ് നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ഒറ്റക്ക് ജീവിക്കേണ്ട സന്ദർഭം വരും. അതിന് ഉസ്ലത്ത് എന്ന് പറയും ഔലിയാക്കളുടെ ഭാഷയിൽ, ഏകാന്തവാസം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അന്ന് മഹാനവറുകൾ ജീവിച്ച കാലത്ത് രേഖപ്പെടുത്തി, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏകാന്തവാസമാണ് നല്ലത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആളുകളെ കൂട്ടത്തിൽ എവിടെ ചേർന്നാലും എവിടെ ഒരുമിച്ച് നിന്നാലും എന്തെങ്കിലും ഒരു കുറ്റം ആ സഭയിൽ നിന്ന് നമുക്ക് ലഭിച്ചു പോകുന്നു. जब से मैंने इंट्राडे ट्रेडिंग सीखी है तब से मेरे पास पैसा ही पैसा है। देखो, पहले मुझे भी नहीं पता था कि इंट्राडे ट्रेडिंग में क्या क्या इंपॉर्टेंट चीजों का ध्यान रखना होता है। चार्ट का एनालाइज कैसे करते हैं, ब्रेकआउट पे एंट्री कैसे ലഭിച്ചു പോകുന്നു. മഹാനവറുകൾ പറഞ്ഞു, ലാകിൻ യഖൂലുൽ ബഅദു മിൻ മുതഅഖിരിൽ ഫുളലാഇ യുസ്ലതു ദസ്സമാനി മുഫല്ലലാ إذ نادر حقا خلو محافلي عن حوبة فانظر لنفسك عاقلا. ജനങ്ങളോടൊപ്പം ജുമുഅ ജമാഅത്തിൽ സംബന്ധിച്ച് ബഹുമാനമുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും സഹകരിച്ച് ഒരുമിച്ച് കഴിയലാണ് നല്ലതെങ്കിലും ഈ കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, പിൽക്കാലക്കാരായ മുതഅഖിരീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരിൽ ചിലര് പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ഏകാന്തവാസമാണ് നല്ലത്. കാരണം ഏതൊരാളോടൊപ്പം നമ്മൾ ചായ കുടിക്കാതിരുന്നാലും ഭക്ഷണം കഴിക്കാതിരുന്നാലും സൽക്കാരത്തിന് പോയാലും സിയാറത്തിന് പോയാലും ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും മഖാം സിയാറത്തിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നാലും ആരോടൊപ്പം കൂടിയാലും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്ന മജ്‌ലിസ് വളരെ കുറവാണ്. നല്ല സദസ്സല്ലേ മൗലിദിന്റെ സദസ്സ്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന കിട്ടുന്നത് സമ്മാനം ഗീബത്താണ്. നല്ല മജ്‌ലിസല്ലേ ഉംറയുടെ മജ്‌ലിസ്, പോയി തിരിച്ചു വരുമ്പോ കുറെ ആൾക്കാർ ഓപ്പറേഷൻ ആരംഭിച്ചത്, വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് ഫിത്നയും ഫസാദും നമീമത്തുമാണ് ലഭിക്കുന്നത്. അതാണ് ഒരു കാരണം പറഞ്ഞത്. ഏതൊരു ചെറിയ സദസ്സിൽ സംഗമിക്കുമ്പോഴും കുറ്റമുക്തമായ സദസ്സ് വളരെ അപൂർവമാണ്. ആ ഒരു കാരണം കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. നമ്മുടെ ജീവിതം നന്നാകാൻ, നമ്മുടെ മനസ്സ് നന്നാകാൻ, നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സഹവാസം. ആരോട് സഹവസിക്കുമ്പോഴാണ് നമ്മൾ നല്ലവരാകുന്നത്, ആരെ മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്ക് നല്ല വഴി ലഭിക്കുന്നത്. ദുനിയാവിൽ ആരെയാണ് സ്വീകരിക്കേണ്ടത്, ആരെ പിൻപറ്റിയാണ്, ആരെ തുടർന്നാണ്, ആരോടാണ് എന്നും സലാം പറഞ്ഞ് ജീവിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, മൻ അഹബ്ബുൻ നാസി ബിഹുസ്നി സുഹ്ബാ, ഏറ്റവും നല്ല സഹവാസം ഞാൻ പാലിക്കേണ്ടത് ആരോടാണ്? നീ നല്ല ബന്ധവും നല്ല സഹവാസവും പാലിച്ച് ജീവിക്കാൻ ജനങ്ങളിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. ഉമ്മയോട് നീ നല്ല സഹവാസം പാലിക്കണം. പിന്നെ ആരോടാണ് നബിയെ? പിന്നെയും നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? പിന്നെയും നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? പിന്നെ നിന്റെ ഉപ്പയോടാണ്. നല്ല സഹവാസം അവരോട് പുലർത്തണം. ഉമ്മാന്റെ അടുത്തിരിക്കാനും സംസാരിക്കാനും നേരം വേണം. ഉമ്മയും ബാപ്പയും ഒരു വീട്ടിലാണ്, മക്കള് 4 വീട്ടിലാണ്. എന്നാൽ 4 വീട്ടിലെ മക്കളും ഉപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഒരുമിച്ചിരിക്കണം. എല്ലാ ദിവസവും വേണോ? എല്ലാ ദിവസവും വേണം. എല്ലായ്പ്പോഴും അവരെ കാണണോ? എല്ലാ ദിവസവും കാണണം. നാട്ടിലുള്ള ആളുകൾക്ക് അതിന് പ്രയാസമില്ല. വിദേശത്തുനിന്ന് ജോലി കഴിഞ്ഞ് ലീവിന് വരുന്നവർ
കിട്ടുന്ന 2 മാസം ഒരൊറ്റ ദിവസവും ബാപ്പയോടൊപ്പം 1 മണിക്കൂർ രാവിലെയും വൈകുന്നേരവും ചെലവഴിക്കാൻ നേരം കാണണം. കാരണം ബാപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഇരിക്കുന്ന ഇരുത്തം ഏറ്റവും നല്ല സഹവാസമാണ്, ഏറ്റവും നല്ല അനുഭൂതിയാണ്. ചിലരുണ്ട് അവര് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ബാപ്പാനെ കാണുള്ളൂ, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉമ്മാനെ കാണുള്ളൂ, നാട്ടിലുണ്ടായാലും പെരുന്നാളിന്റെ അങ്ങനെ പോരാ. എല്ലാ ദിവസവും സഹവാസം പുലർത്തേണ്ട, സഹവാസം നല്ല രീതിയിൽ നൽകേണ്ട, നല്ല രീതിയിൽ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല 2 വിഭാഗമാണ് ബാപ്പയും ഉമ്മയും. അവരോട് നല്ല സഹവാസം പാലിക്കണം, എന്നും അവരോടൊപ്പം ഒരുമിച്ച് കൂടണം, അവരോടൊപ്പം സംസാരിക്കണം, അവരോടൊപ്പം ആശയവിനിമയങ്ങൾ നടത്തണം. കാരണം ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന കൂലിയും പ്രതിഫലവും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാളും കൂടുതൽ പുണ്യം ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുന്നതിനുണ്ട്. അവരുടെ മുഖത്തേക്ക് നോക്കുന്നതിന് ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിലൊരു സഹാബി ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു ദിവസം 100 തവണ എന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാലോ നിങ്ങൾക്ക് 100 ഹജ്ജിന്റെ പ്രതിഫലമാണ്. ബാപ്പാന്റെ ഉമ്മാനത്തേക്ക് പോകാൻ ചില ആളുകൾക്ക് പേടിയാണ്. എന്താ പേടിയെന്നറിയോ? അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ബാപ്പയും ഓരോ മുറാദ് പറയും, ആ മുറാദ് ഹാസിലാക്കാൻ എന്തെങ്കിലും കാശ് കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലർക്ക് പോകാൻ പേടിയാണ്. എപ്പോ പോയാലും ഉമ്മാക്ക് എന്തെങ്കിലും പറയാനുണ്ടാകണമല്ലോ, അത് കേൾക്കണമല്ലോ. അതാണ് നല്ല സഹവാസം എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലും സുഖമല്ലേ, ഞാൻ നാളെ വരട്ടോ, അതിനല്ല. നമ്മൾ പോയി നോക്കുമ്പോ ഉമ്മ പറയുന്നു, മോനെ ഒരു ആഗ്രഹമുണ്ട്, കുറെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഒരു പക്ഷെ അങ്ങാടിയിലേക്ക് പോയാൽ നല്ലോണം കിട്ടാൻ സാധ്യതയുണ്ട്, എല്ലാ സമയത്തും കിട്ടൂല. എന്താ ഉമ്മ? കഴിഞ്ഞ മാസം അന്വേഷിച്ചു, മാമ്പഴം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, നമ്മുടെ നാട്ടിലേക്ക് പോയിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ അങ്ങാടിയിലേക്ക് എത്തിയില്ല, നീ 1 കിലോ മാമ്പഴം വാങ്ങിട്ട്. ഇയാൾ മാമ്പഴം വാങ്ങാൻ പോയി നോക്കുമ്പോ മാമ്പഴത്തിന് നല്ല വിലയാണ്. ഇവിടോട്ട് സർവ്വയാഗമായി എത്തിയില്ലല്ലോ, നാട്ടിലേക്ക് വരുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ മാമ്പഴം ഉൽപ്പന്നത്തു. അവ മാർക്കറ്റിൽ ചോദിച്ചെന്താ വില? കിലോന് നല്ല മാങ്ങയാണെങ്കിൽ 320. 320 രൂപ വാങ്ങിക്കൊണ്ടുപോയി. 320 ചെറുതാ. ഉമ്മാനോടുള്ള സ്നേഹം ബഹുമാനം കാണിക്കുന്നിടത്ത് 320, 3000, 30,000, 3 ലക്ഷം ചെറുതല്ലേ? ആ ഒരൊറ്റ കിലോ മാമ്പഴം വാങ്ങിക്കൊണ്ടുപോയിട്ട് ഉമ്മാനത്ത് കൊടുത്ത ഉമ്മ കേടുണ്ടോന്ന് അറിയില്ല, ഞാൻ പുറം നോക്കിയാ വാങ്ങിയത്, മുമ്പേ തന്നെ വാങ്ങിയത്, ഇതിനെക്കാളും വിലയില്ല. പിന്നെ താഴെ വിലയുള്ളതാണ്. സന്തോഷമായിട്ട് ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് അതൊക്കെ ചെത്തി കൊടുത്ത് റെഡിയാക്കിയിട്ട് ഉമ്മ ഇങ്ങനെ വിഷ്ണു ചൊല്ലി ഭക്ഷിക്കുമ്പോ മോനെ നല്ല റാഹത്ത്, നല്ല മധുരം. ഏതായാലും ഒന്നുകൂടി ചെത്തി 2 ഉമ്മാക്ക് ചെത്തി കൊടുത്ത് ഉമ്മ ഇങ്ങനെ ഭക്ഷിച്ച് നമ്മളോടുകൂടെ ചെലവഴിക്കുന്ന ആ സമയം, അത് ജീവിതത്തിലെ ഏറ്റവും നല്ല നേരമാണ്, അമൂല്യമായ നേരമാണ്. അവരോടൊന്ന് സഹവാസം പുലർത്തിയിട്ട് സംസാരങ്ങൾ കേട്ട് സമാശ്വാസത്തിന്റെ വാചകങ്ങൾ പറഞ്ഞ് ആ വാചകങ്ങൾ അവരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകുന്ന സന്തോഷത്തിന്, നമ്മുടെ മനസ്സിന്റെ പുരോഗതിക്ക്, സന്തോഷത്തിന് മറ്റു വഴികളേക്കാൾ കൂടുതൽ നല്ലതാണ്. അതുകൊണ്ടാണ് നല്ല സഹവാസം പാലിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തങ്ങളെ കൂടെ നിന്ന് ഫർള് കിഫായായ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിച്ച് വാഹനം റെഡിയാക്കി എല്ലാ സാമഗ്രികളും ഒരുക്കി, ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി എല്ലാം റെഡിയാക്കി നിൽക്കുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മാൻ ഒറ്റക്കിട്ട് പോവുക, ഉമ്മാക്ക് വേറെ ആരുമില്ല. അല്ല ഉമ്മ, എന്റെ ഒരു ആഗ്രഹമാണ്, എന്റെ കുറെ കാലത്തുള്ള ആഗ്രഹമാണ്, ഇനി നടക്കൂലെങ്കിലോ? അല്ല, എനിക്ക് ഇവിടെ ആരുമില്ല, നിങ്ങൾ പോയിട്ട് ഷഹീദാകും, എനിക്കാരുള്ളത്. ഷഹീദാകുന്നതിന് ഉമ്മാക്ക് എതിരൊന്നുമില്ല, പക്ഷെ ഉമ്മ ഈ മകന്റെ സഹവാസം ആഗ്രഹിക്കുന്നു. മകനെ ഇവിടെ നിൽക്കണം, അപ്പുറത്തുള്ളത് ഫർള് കിഫായാണ്, അതും ആരോടൊപ്പമാണ് നിർവഹിക്കാൻ പോകുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. ഉമ്മ എത്ര പറഞ്ഞിട്ടും മകന്റെ ആവേശത്തിന് ഒരു കുറവില്ല, പോകണം എന്ന് തന്നെ. അവസാനം ഉമ്മ പറഞ്ഞു, മോനെ
നിന്നെ വളർത്തിയത്, നിനക്ക് മുലയൂട്ടിയത്, ശിക്ഷണം നൽകിയത്, എന്റെ ശരീരം മുഴുവനും നിനക്ക് വിരിപ്പായി വിരിച്ചു തന്നത് ഞാനല്ലേ? നീ ഞാൻ പറയുന്നത് തീരെ ഗൗനിക്കുന്നില്ലേ എന്ന് ഗൗരവതരമായ ഭാഷയിൽ ചോദിച്ചപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എനിക്ക് പോയേ പറ്റൂ എന്ന് വാശി പിടിച്ചിരുന്ന മഹാനായിരുന്നു സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വാഹനവുമായി എത്തുന്നതിന് മുമ്പ് ഇതേ വിഷയങ്ങൾ മുഴുവനും അറിയിച്ചുകൊണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് പറഞ്ഞു. ഉമ്മ വന്ന മേറ്റർ മുഴുവനും പറഞ്ഞു, ഉമ്മ പറഞ്ഞതൊക്കെ പറഞ്ഞു. വാഹനവുമായിട്ട് നല്ല സന്തോഷത്തോടെ വന്നപ്പോ അബൂ ഹുറൈറ, ഉമ്മ നിങ്ങൾക്ക് പ്രത്യേകം നൽകിയ മുലപ്പാല് വരെ ഓർമ്മിപ്പിച്ചിട്ടും നിങ്ങൾ പിന്തിരിഞ്ഞില്ല അല്ലേ? ഉമ്മ നിങ്ങൾക്ക് നൽകിയ ശിക്ഷണം പോലും നിങ്ങൾ മറന്നുവല്ലേ? നിങ്ങൾ എന്റെ കൂടെ വരാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു പോകണം. ആ ഉമ്മാക്ക് നിങ്ങൾ സന്തോഷം കൊടുക്കണം, അവരോടൊപ്പം നിങ്ങൾ ജീവിക്കണം. അല്ലാഹു നിങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു സമയം വരട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തൗഫീഖ് നിങ്ങൾക്ക് ലഭിച്ചാൽ എന്റെ കൂടെ വരാം. സഹോദരങ്ങളെ, ആരാണ് ആഗ്രഹം പ്രകടിപ്പിച്ച മഹാൻ? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോകാനല്ലേ? തങ്ങളെ കൂടെ അങ്ങനെ ഒരു വിഷയത്തിന് സംബന്ധിക്കുന്നതിന്, തങ്ങളില്ലാത്ത സമയത്ത് സംബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മഹത്വമല്ലേ? ആ മഹത്വം പിന്നെ ഒരു കാലത്തും ലഭിക്കൂലല്ലോ. എന്നിട്ടും അവിടുന്ന് പരിഗണിച്ചത് സ്വന്തം ഉമ്മയുടെ ആഗ്രഹവും താല്പര്യവുമാണ്. നമ്മൾ മനസ്സിലാക്കണം, നാട്ടിൽ അത്യാവശ്യം ജീവിക്കാനുള്ള നല്ല വരുമാനമുള്ള കടയുണ്ട്, ജോലിയുണ്ട്. പക്ഷേ കൂടുതൽ പുരോഗതി ലഭിക്കും വിദേശത്തേക്ക് നല്ലൊരു ജോലിക്ക് പോയാൽ എതിരൊന്നുമില്ല. ഒരെതിരുണ്ട്. ആരാണെതിര്? ഉമ്മാക്ക് നമ്മളെ പിരിയാൻ പറ്റൂല, വാപ്പാക്ക് നമ്മളെ പിരിയാൻ പറ്റൂല. നമ്മളെ മനസ്സിലൊരു സമ്മർദ്ദം പിടിമുറുക്കുകയാണ്. എല്ലാവിധ വാഗ്ദാനങ്ങളും തന്ന് കാശ് കൊടുത്താൽ മതി, അടുത്ത ആഴ്ച തന്നെ കേറാം. ബാപ്പക്ക് ഉമ്മക്ക് മോഹമില്ലാതെ, അവർക്ക് അനുവാദമില്ലാതെ, അവർക്ക് സന്തോഷമില്ലാതെ നമുക്കങ്ങനെ ഒരു ദുനിയാവ് വേണോ?